ലോകത്തെ മുഴുവൻ സാക്ഷിയാക്കി ലോകത്തെ അധികായന്മാരുടെ സഹായത്തോടെ ഒരു ജനതയെ തന്നെ ഇല്ലാതെയാക്കുന്ന ഇസ്രയേലിനെതിരായ പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ച് പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബർഗ് ഇസ്രയേലിന്റെ നരവേട്ടയിലും ഉപരോധത്തിലും വിറങ്ങലിച്ചു നിൽക്കുന്ന ആ ജനതയ്ക്ക് സഹായമെത്തിക്കാനായി പുറപ്പെടുകയാണ് ഗ്രേറ്റ. തൻ്റെ ജീവൻ അപകടത്തിലാണെന്നറിഞ്ഞിട്ടുപോലും ഗസയിലെ കുഞ്ഞുങ്ങളുടെ വിശപ്പിൻ്റെ വിളിയാളങ്ങൾക്ക് മറുപടി നൽകാൻ തന്നാൽ കഴിയുന്നത് എന്ന ഉറച്ച തീരുമാനവുമായാണ് അവർ ഗസയിലേക്ക് മാനുഷിക സഹായങ്ങൾ എത്തിക്കുവാനുള്ള ഫ്രീഡം ഫ്ലോട്ടില മിഷൻ്റെ ഭാഗമാകുന്നത്. ഞായറാഴ്ച ഇറ്റലിയിലെ സിസിലിയിൽ നിന്ന് പുറപ്പെട്ട മാഡ്ലിൻ എന്ന കപ്പലിൽ യൂറോപ്യൻ പാർലമെൻറ്റ് അംഗവും ഫലസ്തീൻ വംശജയുമായ റീമ ഹസൻ, ഗെയിം ഓഫ് ത്രോൺസ് നടൻ ലിയാം കണ്ണിംഗ്ഹാം തുടങ്ങിയ പ്രമുഖർ ഉൾപ്പെടെ 12 പേരുണ്ട്. നേരത്തെ ഇതേ ഉദ്ദേശത്തിൽ പുറപ്പെട്ട കപ്പൽ മെഡിറ്ററേനിയൻ കടലിൽ വെച്ച് ഡ്രോൺ ആക്രമണത്തിൽ തകർത്തിരുന്നു. അതിനു പിന്നാലെയാണ് ഞായറാഴ്ച പുതിയ കപ്പലിൽ യാത്ര തിരിച്ചിരിക്കുന്നത്. എന്തു തന്നെ നേരിടേണ്ടി വന്നാലും ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കണം. കാരണം നമ്മൾ ശ്രമങ്ങൾ നിർത്തുന്ന നിമിഷം മനുഷ്യത്വമില്ലാതെയാകുന്നു. യാത്രക്ക് മുന്നോടിയായി നടത്തിയ പ്രസ് മീറ്റിൽ ഗ്രേറ്റ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: വംശഹത്യയോടുള്ള ലോകത്തിൻ്റെ മൗനം യാത്രയിൽ നേരിടേണ്ടി വന്നേക്കാവുന്ന അപകടങ്ങളെക്കാൾ ഭയപ്പെടുത്തുന്നതാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. ഫലസ്തീൻ ജനതയുടെ ചെറുത്തുനിൽപ്പിനുള്ള പിന്തുണയും ഇസ്രായേലിൻ്റെ വംശഹത്യാ യുദ്ധത്തിനുള്ള വെല്ലുവിളിയുമാണ് ഈ യാത്രയെന്ന് ഗ്രേറ്റ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇസ്രായേൽ ഉപരോധത്തിനും വംശഹത്യക്കുമെതിരെ ശബ്ദമുയർത്തുന്നതിൽ നമ്മുടെ സർക്കാരുകൾ പരാജയപ്പെട്ടിരിക്കുന്നു. ഗസയിലേക്ക് സഹായവുമായി പുറപ്പെട്ട ഞങ്ങളുടെ ബോട്ട് ബോംബിട്ട് തകർത്ത് ഒരു മാസത്തിനു ശേഷം ഞങ്ങൾ വീണ്ടും പുറപ്പെടുകയാണ്. ഗസയിലേക്ക് മാനുഷിക ഇടനാഴി തുറക്കുക എന്നതാണ് ലക്ഷ്യം. ആയുധങ്ങളല്ല, മരുന്നുകളും ഭക്ഷണവുമായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. വ്യവസ്ഥാപിതമായ പട്ടിണിയും അടിസ്ഥാന സൗകര്യങ്ങളുടെ നിഷേധവും ഫലസ്തീനികൾക്കെതിരെയുള്ള ഇസ്രയേലിൻ്റെ യുദ്ധരീതിയാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ നേതൃത്വത്തിൽ സാമൂഹികവും കാലാവസ്ഥാ നീതിയും വിമോചനവും കോളനിവൽക്കരണവും ഇല്ലാതാക്കുന്നതിനുള്ള ഒരു ആഗോള പ്രസ്ഥാനത്തിൻ്റെ ഭാഗം മാത്രമാണ് ഈ ദൗത്യം. ചരിത്രത്തിൻ്റെ ശരിപക്ഷത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ സാമൂഹിക നീതിയും വിമോചനവും ഉറപ്പുവരുത്തുന്ന പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ സമയമായിരിക്കുന്നു എന്ന് അവർ ഫേസ്ബുക്കിൽ കുറിച്ചു. എന്തൊക്കെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും നാം നമ്മുടെ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കണം. ഈ യുദ്ധക്കുറ്റത്തിനെതിരെ നമുക്ക് കഴിയുന്ന വിധത്തിലെല്ലാം പ്രതികരിക്കണം. ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി മുന്നോട്ട് വരണം. തെരുവുകളിൽ പ്രതിഷേധങ്ങൾ അലയടിക്കട്ടെ, ബഹിഷ്കരണങ്ങൾ സജീവമാകട്ടെ. ഫലസ്തീനൊപ്പം എല്ലാ വിധത്തിലും നിങ്ങൾ ചേർന്ന് നിൽക്കുക, അവർ മറ്റൊരു സന്ദേശത്തിൽ ലോകത്തോട് ആവശ്യപ്പെട്ടു. മൗനം പാലിക്കുന്നത് കുറ്റത്തിൽ പങ്കാളിയാവലാണ്. ഗസൻ ജനതയ്ക്ക് സഹായം എത്തിക്കാൻ മാത്രമല്ല ഈ കപ്പലിൻ്റെ യാത്ര. ഉപരോധം അവസാനിപ്പിക്കണമെന്ന ലോകത്തിൻ്റെ ശബ്ദത്തോടൊപ്പം കൂടിയാണ് ഇസ്രയേലിൻ്റെ വംശഹത്യ ആക്രമണത്തിനെതിരെ നിരന്തരമായി ശബ്ദിച്ചതിൻ്റെ പേരിൽ നേരത്തെ ഇസ്രയേൽ പ്രവേശിക്കുന്നതിന് വിലക്ക് നേരിട്ട യൂറോപ്യൻ പാർലമെൻറ്റ് അംഗം ഹിമ ഹസൻ പറഞ്ഞത്. തടസ്സങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ 7 ദിവസം എടുത്തേക്കാവുന്ന യാത്ര 15 വർഷമായി ഗസയിൽ ഇസ്രയേൽ തുടരുന്ന ഉപരോധത്തെ വെല്ലുവിളിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്ന് FFC വ്യക്തമാക്കി. ജൂണിൽ ഗസയിലേക്കുള്ള ആഗോള മാർച്ചും നടക്കാനിരിക്കുകയാണ്.